നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പോലീസും കയറാൻ ഭയക്കുന്ന മുടക്കോഴിമല. TP പ്രതികൾ ഒളിച്ചത് ഇവിടെ. മുടക്കോഴിമലയിലെ ആ ഓപ്പറേഷൻ സിനിമയെയും വെല്ലുന്നതായിരുന്നു. പ്രതികൾക്ക് CPMകാരുടെ ഒത്താശ ഉണ്ടായിരുന്നതുകൊണ്ട് പോലീസും തൊഴിലാളികളുടെ വേഷത്തിലാണ് പാർട്ടി ഗ്രാമത്തിൽ ഇറങ്ങിയത്. 51 വെട്ടി TPയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ടും കൊടിസുനിയും കൂട്ടരും അതേ പാർട്ടി ഗ്രാമത്തിൽ തന്നെ കഴിഞ്ഞത് അസാധ്യ ധൈര്യം തന്നെയായിരുന്നു. പാർട്ടി ഒപ്പമുണ്ടെന്ന അഹങ്കാരമായിരുന്നു. ജനവാസ കേന്ദ്രത്തിൽ നിന്ന് കിലോമീറ്ററുകൾ ദൂരെയുള്ള പ്രദേശമായതിനാലും പാർട്ടി ഗ്രാമം എന്ന നിലയിൽ ഒരിക്കലും പോലീസ് കയറില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചതിനാലും നാട്ടുകാരും പ്രതികളെ ഒളിപ്പിച്ചവരും പോലീസ് ഓപ്പറേഷൻ അറിഞ്ഞതേയില്ല. TP കൊലപാതകത്തിന് പിന്നാലെ പാർട്ടി ഗ്രാമത്തിൽ തന്നെ ഒളിച്ച കൊടിസുനിയെയും കൂട്ടരെയും പോലീസ് അതിസാഹസികമായാണ് അറസ്റ്റ് ചെയ്യുന്നത്. ചെങ്കൽ തൊഴിലാളികളുടെ വേഷത്തിലായിരുന്നു പോലീസ്. പക്ഷേ കേസിൽ കുറ്റക്കാരെന്ന് വിചാരണ കോടതി വിധിച്ചിട്ടും പ്രതികൾ സർവ്വസ്വതന്ത്രരായിരുന്നു. രാഷ്ട്രീയ കരുത്തിൽ അവർ നിരന്തരം പുറത്തെത്തി. വീണ്ടും കൊട്ടേഷൻ ഏറ്റെടുത്തു. ഇതെല്ലാം കേരളീയ പൊതുസമൂഹം ഞെട്ടലോടെ കാണുകയും കേൾക്കുകയും ചെയ്ത സംഭവങ്ങളാണ്. ഇതിനാണ് ഹൈക്കോടതി വിധി വിരാമമിടുന്നത്. ഇനി അവർക്ക് പരോളില്ലാതെ 20 കൊല്ലം ജയിലിൽ ശിക്ഷ ഉറപ്പായി കഴിഞ്ഞു. കൊടിസുനിയെ പൊക്കാൻ പോലീസ് നടത്തിയത് സാഹസിക നീക്കമായിരുന്നു. വടകരയിൽ നിന്ന് മാഹി, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ, ഉളിയിൽ, തില്ലങ്കേരി വഴി പെരിങ്ങാനത്തെത്തിയ ശേഷമാണ് സംഘം മലയിലേക്ക് കയറിയത്. മാഹിയിൽ നിന്ന് മറ്റൊരു ചെറു സംഘം ഉരവച്ചാൽ, മാലൂർ വഴി പുരളിമലയുടെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി മലയിലെത്തി. മൂന്നാമത്തെ സംഘം മുഴക്കുന്ന് കടുക്കാപ്പാലം വഴി മുടക്കോഴി മലയിലേക്ക് കയറിയെത്തി. മൊബൈൽ വെളിച്ചത്തിലായിരുന്നു കാട്ടിലൂടെയുള്ള മലകയറ്റം. മലയുടെ വശങ്ങളിലൂടെ പ്രതികൾ രക്ഷപ്പെടാതിരിക്കാൻ മുഴക്കുന്ന്, തില്ലങ്കേരി, മാലൂർ പഞ്ചായത്തുകളിലൂടെയുള്ള എല്ലാ വഴികളും പോലീസ് അടച്ചു. പതിവ് വാഹന പരിശോധനയ്ക്കെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു പോലീസിന്റെ നിൽപ്പ്. DYSP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ 20-ലധികം പേരടങ്ങുന്ന സംഘം വടകരയിൽ നിന്ന് ടിപ്പർ ലോറിയിൽ പുലർച്ചെ 2 മണിയോടെ മുഴക്കുന്നിൽ എത്തി. ചെങ്കല്ലെടുക്കുന്ന സ്ഥലമായതിനാലാണ് ടിപ്പർ തെരഞ്ഞെടുത്തത്. അന്ന് പുലർച്ചെ 2 മണിക്കാണ് പോലീസ് സംഘം അടിവാരത്തെത്തുന്നത്. അപ്പോഴേക്കും മഴ തുടങ്ങി. സംഘത്തിന് മഴ ഉപദ്രവവും ഒരു കണക്കിന് അനുഗ്രഹവുമായി. മഴ കനത്തതോടെ മലകയറ്റം ദുഷ്കരമായിരുന്നു. മൊബൈൽ ഫോണുകൾ നനഞ്ഞ് കേടായി. പക്ഷേ മഴയുടെ ശബ്ദത്തിൽ പോലീസിന്റെ ചലന ശബ്ദങ്ങൾ ആരും തിരിച്ചറിഞ്ഞതേയില്ല. ഇത് പോലീസിന് ഗുണം ചെയ്തു. സ്ഥലത്തെക്കുറിച്ച് അറിയാത്തതിനാൽ പോലീസിന് 4 കിലോമീറ്ററോളം കൂടുതൽ നടക്കേണ്ടി വന്നു. ഒളിസങ്കേതം കണ്ടെത്തുമ്പോൾ സമയം പുലർച്ചെ 4 മണിയോടടുത്തിരുന്നു. മുഴക്കുന്ന് പഞ്ചായത്തിലെ മുടക്കോഴി മലയിൽ റോഡിൽ നിന്ന് 2 കിലോമീറ്റർ ചെങ്കുത്തായ കയറ്റം കയറി ചെല്ലുന്ന ചെരുവിലായിരുന്നു കൊടിസുനിയുടെ കൂടാരം. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കെട്ടിയ ടെന്റിൽ നിലത്ത് പ്ലാസ്റ്റിക് വിരിച്ച് അതിനു മുകളിൽ കമ്പിളി വിരിച്ചാണ് സുനിയും സംഘവും കഴിഞ്ഞിരുന്നത്. കൂടാരം വളഞ്ഞ് പോലീസ് അകത്ത് കടക്കുമ്പോൾ കൊടിസുനി, ഷാഫി, കിർമാണി മനോജ് എന്നിവരും 3 സഹായികളും ഉറക്കത്തിലായിരുന്നു. പോലീസാണെന്ന് അറിയിച്ചപ്പോഴേക്കും തോക്കു ചൂണ്ടി എതിരിടാനായി ശ്രമം. അരമണിക്കൂർ നീണ്ട ബലപ്രയോഗത്തിലൂടെ സംഘത്തെ പോലീസ് കീഴടക്കി. ജനവാസ കേന്ദ്രത്തിൽ നിന്ന് കിലോമീറ്ററുകൾ ദൂരെയുള്ള പ്രദേശമായതിനാലും പാർട്ടി ഗ്രാമം എന്ന നിലയിൽ ഒരിക്കലും പോലീസ് കയറില്ലെന്ന ഉറച്ച വിശ്വസിച്ചതിനാലും നാട്ടുകാരും പ്രതികളെ ഒളിപ്പിച്ചവരും പോലീസ് ഓപ്പറേഷൻ അറിഞ്ഞതേയില്ല. നേരത്തെ പോലീസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ വീണ് പരിക്കേറ്റതിനെ തുടർന്നാണ് മുഴക്കുന്നിലെ മലഞ്ചെരുവിൽ ഒളിവിൽ താമസിക്കാൻ കൊടിസുനിയും സംഘവും തീരുമാനിച്ചത്. മുടക്കോഴി മലമുകളിലേക്കുള്ള 2 കിലോമീറ്റർ ദൂരം സുനി കയറിയത് കൂടെയുള്ളവരുടെ കൈത്താങ്ങിലാണ്. സുനിയുടെ കാലിലെ പരിക്ക് ഭേദമാകാത്തത് താവളം മാറാൻ തടസ്സമായി. അപ്പോഴും ഒരു അഹങ്കാരം ഉള്ളിൽ കിടന്നിരുന്നത് പാർട്ടി ഉണ്ടല്ലോ എന്നതായിരുന്നു. പിന്നീട് ഓപ്പറേഷൻ രജീഷ്. കൊടിസുനിയേക്കാളും പോലീസ് പക്ഷേ വിഷമിച്ചത് കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ TK രജീഷിനെ പിടികൂടാനായിരുന്നു. രജീഷിനെ തേടി 2 സംഘങ്ങളായാണ് പോലീസ് യാത്ര തിരിച്ചത്. CI ആസാദിന്റെയും വിനോദ് കുമാറിന്റെയും നേതൃത്വത്തിൽ. സംഘം ആദ്യം പോയത് മുംബൈയിലേക്കാണ്. കണ്ണൂരിൽ നിന്ന് നിരവധി പേരാണ് ബേക്കറി ബിസിനസ്സിനായി മുംബൈയിലേക്ക് പോയിട്ടുള്ളത്. മിക്കവരും പാർട്ടി അനുഭാവികൾ. ഇവരുടെ അടുത്തേക്ക് രജീഷ് പോയി കാണും എന്ന സംശയത്തെ തുടർന്നായിരുന്നു മുംബൈയിൽ തിരച്ചിൽ. പക്ഷേ രജീഷിനെ കണ്ടെത്താനായില്ല. സംഘം മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് പുതിയ ഒരു വിവരം ലഭിക്കുന്നത്. രജീഷിന്റെ നാട്ടുകാരിൽ ചിലർ മഹാരാഷ്ട്ര, ഗോവ അതിർത്തിയിൽ ബേക്കറി ബിസിനസ് നടത്തുന്നുണ്ട്. അവരിൽ ചിലർ ഇടയ്ക്കിടെ മുംബൈയിലേക്ക് വരാറുണ്ട്. ഇതായിരുന്നു ഒരു മലയാളിയിൽ നിന്ന് ലഭിച്ച വിവരം. തീരെ ചെറിയ സാധ്യതയാണെങ്കിൽ പോലും ഒന്ന് പോയി നോക്കാനായിരുന്നു സംഘത്തിന്റെ തീരുമാനം.
മഹാരാഷ്ട്രയിലെ ബക്ഷി എന്ന സ്ഥലത്ത് നിരവധി മലയാളികളുണ്ട്. കൃഷിക്കും ബേക്കറി ബിസിനസ്സിനുമായി വർഷങ്ങൾക്ക് മുൻപ് കുടിയേറിയവർ. ബക്ഷിക്കടുത്ത് സാവന്തവാടി എന്ന സ്ഥലത്ത് മലയാളികൾ താമസിക്കുന്ന മേഖലകളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും രജീഷിനെ കണ്ടെത്താനായില്ല. ഗ്രാമത്തിലെ വിജനമായ വഴികളിലൂടെ മടക്കയാത്ര ആരംഭിച്ച സംഘത്തിന്റെ വാഹനം പെട്ടെന്ന് കേടായി. വാഹനം നന്നാക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ബൈക്ക് യാത്രക്കാരനായ ഒരാൾ സഹായ വാഗ്ദാനവുമായി വാഹനത്തെ സമീപിക്കുന്നത്. അയാൾ മലയാളിയാണ്. ഗ്രാമത്തിലെ വിവരങ്ങൾ അന്വേഷിക്കുന്നതിനിടെ വന്ന കാര്യം അന്വേഷണ സംഘം വെളിപ്പെടുത്തി. അവിടെ പുതിയ വഴി തുറന്നു. കണ്ണൂർ സ്വദേശി ഗ്രാമത്തിന്റെ ഒരു ഭാഗത്ത് താമസിക്കുന്നുണ്ടെന്നുള്ള വിവരമാണ് ഇയാൾ കൈമാറിയത്. പുതിയ ഒരാൾ കൂടി അയാളോടൊപ്പം വന്നിട്ടുണ്ട്. പുലർച്ചെ 3 മണിക്ക് ഓപ്പറേഷൻ രജീഷ് ആരംഭിച്ചു. സംഘങ്ങളിൽ 3 പേർ വീടിന്റെ മുൻവശത്ത് നിലയുറപ്പിച്ചു. 2 പേർ പിറകിൽ. വീടിന് മുന്നിൽ 2 ജോഡി ചെരുപ്പുകൾ ഉണ്ടായിരുന്നതിൽ ഒരു ജോഡി ചെരുപ്പുകൾക്ക് വലിപ്പം കൂടുതലായിരുന്നു. രജീഷ് തടിയുള്ളയാളാണ്. വീടിനുള്ളിൽ രജീഷ് ഉണ്ടാകുമെന്ന സംശയം ബലപ്പെട്ടു. വാതിലിൽ മുട്ടിയ സംഘം ചെറുത്തുനിൽപ്പിന് സാധ്യതയുള്ളതിനാൽ ഇരുവശങ്ങളിലേക്ക് മാറി നിന്നു. രജീഷിന്റെ സുഹൃത്താണ് വാതിൽ തുറന്നത്. CI ആസാദ് വാതിൽ തള്ളി മാറ്റി തോക്കുമായി അകത്തേക്ക് കയറി. പ്രതീക്ഷ തെറ്റിയില്ല, രജീഷ് അകത്തുണ്ടായിരുന്നു. തോക്ക് കണ്ടതോടെ വലിയ എതിർപ്പില്ലാതെ രജീഷ് കീഴടങ്ങി. രജീഷുമായി സംഘം മടങ്ങുമ്പോഴും ഓപ്പറേഷന്റെ കാര്യം ഗ്രാമവാസികൾ ആരും അറിഞ്ഞില്ല. പിന്നീട് നടത്തിയ തിരച്ചിലിൽ മൈസൂരുവിൽ നിന്ന് സിജിത്തും ബംഗളൂരുവിൽ നിന്ന് MC അനൂപും പിടിയിലായി. ഒരു പ്രതിക്ക് പോലും കോടതിയിൽ കീഴടങ്ങാൻ അവസരം നൽകിയില്ല എന്നത് അന്വേഷണ സംഘത്തിന്റെ മറ്റൊരു നേട്ടമായി. എന്തായാലും വലിയ ഒരു നീക്കമായിരുന്നു കൊടിസുനിയെയും സംഘത്തെയും പിടികൂടാൻ പോലീസിന് നടത്തേണ്ടി വന്നത്. പക്ഷേ ഇവർ ജയിലിലായതിനു ശേഷം സംഭവിച്ചതൊക്കെ മലയാളികൾക്ക് അറിയാവുന്നതാണ്. കാരണം ആവശ്യത്തിലധികം പരോളും ജയിലിൽ സർവ്വ സ്വാതന്ത്ര്യവും ഒക്കെ ആയിരുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ ജയിൽ ഭരിച്ചിരുന്നത് ഇവരായിരുന്നു. എന്നാൽ ഈ നീക്കത്തിനെല്ലാമാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പൂട്ടിട്ടത്. 20 വർഷത്തേക്ക് പരോള് പോലുമില്ലാതെ അകത്ത് കഴിയേണ്ടി വരും. അതായത് ജീവിത അവസാനം മുഴുവൻ നരകിച്ച് അകത്ത് തന്നെ കിടക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.